പ്രിയപ്പെട്ട സ്നേഹിതരെ, ഞാൻ ഫാദർ മന്ത്ര TH ടെമ്പിൾ ടു ഹോം മെഡിറ്റേഷനിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു പൊതുവായ വിഷയത്തെക്കുറിച്ചാണ്. ചിലർ എന്നോട് സരസമായി ചോദിക്കുന്നു, നിങ്ങൾ ശരിക്കും ബുദ്ധിസ്റ്റാണോ? ആ ചോദ്യത്തിൽ കൗതുകമുണ്ട്. ഒരുപക്ഷെ എൻ്റെ വാക്കുകളിൽ അവർ ബുദ്ധമതത്തിൻ്റെ ശബ്ദം കേട്ടതാകാം. ധ്യാന പാഠങ്ങളിൽ അവർക്ക് കിഴക്കൻ ആത്മീയതയുടെ താളം അനുഭവപ്പെട്ടതാകാം. മറ്റു ചിലർ ചോദിച്ചു, നിങ്ങൾ ടിബറ്റിൽ പോയിട്ടുണ്ടോ? അവർക്ക് തോന്നിയത് ഈ രീതിയിലുള്ള ധ്യാനം ഇന്ത്യയിലോ കേരളത്തിലോ നിന്നല്ല, ടിബറ്റിലെ ഏതെങ്കിലും മഠത്തിൽ നിന്നായിരിക്കണം വന്നതെന്ന്. ഇനിയും ചിലർ നേരിട്ട് ചോദിച്ചു, നിങ്ങളൊരു ക്രിസ്ത്യൻ പുരോഹിതനാണോ? നിങ്ങളുടെ ഐഡന്റിറ്റി വ്യക്തമാക്കാമോ? അവരുടെ ആശയക്കുഴപ്പം ഞാൻ മനസ്സിലാക്കുന്നു. കാരണം നമ്മൾ പലപ്പോഴും ആത്മീയതയെ മതപരമായ ലേബലുകളിൽ പൂട്ടാൻ ശ്രമിക്കുന്നു. ആരുടെയെങ്കിലും ഭാഷയിൽ വ്യത്യസ്ത സ്വരങ്ങൾ കേട്ടാൽ നമ്മൾ ഉടൻ ചോദിക്കുന്നു, അവൻ ഏത് പക്ഷക്കാരനാണ്? വേറെയും ചിലർ കൂടുതൽ ആഴത്തിൽ ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ഈ ധ്യാന പദത്തിലേക്ക് എത്തിയത്? നിങ്ങളുടെ യാത്ര ഒന്ന് വ്യക്തമാക്കാമോ? ഈ ചോദ്യം ഒരു ഐഡന്റിറ്റി ചോദ്യം മാത്രമല്ല, ഒരു ജീവിത കഥയിലേക്കുള്ള ക്ഷണമാണ്. ഒരു പുരോഹിതൻ എങ്ങനെ ധ്യാന ഗവേഷകനായി? ഒരു മതപരമ്പരയിൽ വളർന്നവൻ എങ്ങനെ പല പാരമ്പര്യങ്ങളെയും വായിച്ചു അന്വേഷിച്ചു? മറ്റു ചിലർ ചോദിക്കുന്നു, താങ്കളുടെ പഠനങ്ങളുടെ പ്രധാന സ്രോതസ്സായ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? ഇത് വളരെ ഗൗരവമുള്ള ചോദ്യവും. കാരണം ആത്മീയ അധ്യാപനം വ്യക്തിപരമായ അനുഭവത്തിൽ മാത്രം നിൽക്കരുത്. അത് പാരമ്പര്യത്തോടും ഗ്രന്ഥങ്ങളോടും ചരിത്രത്തോടും ബന്ധപ്പെട്ട് നിൽക്കണം. ഈ എല്ലാ ചോദ്യങ്ങളും ചേർന്ന് ഒരു വലിയ ചോദ്യമായി മാറുന്നു. നിങ്ങൾ ആരാണ്? ഒരു മതത്തിൻ്റെ പ്രതിനിധിയോ അല്ലെങ്കിൽ ഒരു അന്വേഷണത്തിൻ്റെ സാക്ഷിയോ? സ്നേഹമുള്ളവരെ, ഈ ചോദ്യങ്ങൾ എന്നെ അസ്വസ്ഥനാക്കുന്നില്ല. മറിച്ച് അവ എൻ്റെ യാത്രയെ വ്യക്തമാക്കാൻ സഹായിക്കുന്നു. കാരണം സത്യമായ അന്വേഷണത്തിന് ഭയപ്പെടേണ്ട ഒന്നുമില്ല. ഞാൻ ക്രിസ്തീയതയുടെ അടിത്തറയിൽ വളർന്നെങ്കിലും സത്യാന്വേഷണം എന്നെ അതിൻ്റെ അതിരുകൾക്കപ്പുറം വായിക്കാൻ പ്രേരിപ്പിച്ചു. ഞാനൊരു ഫിലോസഫി വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ബുദ്ധമതവും ഹിന്ദു ദർശനങ്ങളും എന്നെ ആഴത്തിൽ സ്വാധീനിച്ചു. ബുദ്ധൻ എന്നെ ആകർഷിച്ച കാരണം അദ്ദേഹം ഒരു സിദ്ധാന്തം പ്രസംഗിച്ചില്ല, മറിച്ചൊരു ചോദ്യവുമായി പുറപ്പെട്ടു. രോഗം, വാർദ്ധക്യം, ദുഃഖം, മരണം. ഈ 4 ദർശനങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറിച്ചു. അദ്ദേഹം രാജകീയ സുരക്ഷ ഉപേക്ഷിച്ചു. സൗകര്യവും സ്നേഹവും ഭാവിയും പിന്നിലാക്കി. പക്ഷെ ഒരു ചോദ്യം എൻ്റെ ഉള്ളിൽ ഉയർന്നു. സിദ്ധാർത്ഥൻ കുറഞ്ഞത് തൻ്റെ ഭാര്യയോടും കുഞ്ഞിനോടും പറഞ്ഞിട്ട് പോകാമായിരുന്നില്ലേ? പിന്നീട് എനിക്ക് മനസ്സിലായി, അതൊരു കുടുംബ നിർണയം മാത്രമായിരുന്നില്ല. അത് അസ്തിത്വത്തിൻ്റെ നിലവിളിയായിരുന്നു. അദ്ദേഹം അന്വേഷിച്ചത് ഒരു പുതിയ മതമല്ല, ദുഃഖത്തിൻ്റെ അടിത്തറയായിരുന്നു. ആ അന്വേഷണത്തിൻ്റെ തീവ്രതയാണ് ബുദ്ധനിൽ എന്നെ ആകർഷിച്ചത്. അതുപോലെ ആദി ശങ്കരാചാര്യരുടെ അദ്വൈത ചിന്ത, ഒന്നേയുള്ളൂ, അതാണ് സത്യം എന്ന അവകാശവാദം എൻ്റെ ബുദ്ധിയെ കേന്ദ്രീകരിക്കാൻ പഠിപ്പിച്ചു. രമണ മഹർഷിയുടെ ഞാൻ ആര് എന്ന ലളിത ചോദ്യം എൻ്റെ ഉള്ളിലെ ശബ്ദങ്ങളെ നിശബ്ദനാക്കി. അത് ഒരു ദാർശനിക ചോദ്യം മാത്രമല്ല, ബോധത്തെ അതിൻ്റെ ഉറവിടത്തിലേക്ക് തിരികെ നയിക്കുന്ന അമ്പായിരുന്നു. ശ്രീ രാമകൃഷ്ണ പരമഹംസരുടെ അനുഭവാത്മക ആത്മീയത എനിക്കൊരു പുതിയ പാഠം നൽകി.
ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ ദൈവത്തെ അനുഭവിക്കുന്നത് പ്രധാനമാണെന്ന്. സ്നേഹമുള്ളവരെ, ഈ മഹത്തായ ചിന്തകൾ എൻ്റെ ഉള്ളിൽ വിത്തുകളായി വീണു. അവ ശാന്തമായി വേരുറച്ചു, വളർന്നു. എൻ്റെ വായനയുടെ ലോകവും വിപുലമായി. ദോസ്തോയെവ്സ്കി എൻ്റെ ഉള്ളിലെ ഇരുട്ടിനെയും വിശ്വാസത്തിൻ്റെ സംഘർഷത്തെയും തുറന്നു കാട്ടി. നിക്കോസ് കസൻസാക്കിസ് എൻ്റെ ദൈവത്തോടുള്ള പോരാട്ടം ഒരു പ്രാർത്ഥനയാകണമെന്ന് കാണിച്ചു. ഖലീൽ ജിബ്രാൻ എൻ്റെ ആത്മാവിനെ സ്പർശിച്ചു. പൗലോ കൊയ്ലോ എൻ്റെ അന്തർയാത്ര ഏറ്റവും വലിയ തീർത്ഥാടനമാണെന്ന് ഓർമ്മിപ്പിച്ചു. ഈ വായനകൾ എൻ്റെ വിശ്വാസത്തെ തകർത്തില്ല, അവ അതിനെ കൂടുതൽ വിശാലമാക്കി. എനിക്ക് വ്യക്തമായി മനസ്സിലായി, സത്യം ഒരിടത്തേക്ക് മാത്രം പൂട്ടപ്പെട്ടിട്ടില്ല. അത് പല ഭാഷകളിൽ സംസാരിക്കുന്നു, പല പാരമ്പര്യങ്ങളിൽ പ്രതിധ്വനിക്കുന്നു. ഞാൻ ഒരു മതത്തിൽ നിന്ന് പുറപ്പെട്ടിട്ടില്ല, പക്ഷേ സത്യത്തെ എവിടെയുണ്ടെങ്കിലും കേൾക്കാൻ ഞാൻ പഠിച്ചു. അതുകൊണ്ടാണ് എൻ്റെ ധ്യാനപഥം ഒരു പ്രതികരണമല്ല, ഒരു അന്വേഷണമാണ്. ഒരു മതത്തെ മാറ്റാനുള്ള ശ്രമമല്ല, ബോധത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ്. എൻ്റെ സ്വന്തം ക്രിസ്തീയ പാരമ്പര്യം എന്നെ വെറും രൂപപ്പെടുത്തിയത് അല്ല, അതെൻ്റെ ഉള്ളിൻ്റെ അടിത്തറയായി മാറി. ഞാൻ അന്വേഷിച്ചു, വായിച്ചു, ചിന്തിച്ചു. പക്ഷേ വേരോടെ നിന്നത് ക്രിസ്തീയതയിലായിരുന്നു. ഇപ്പോൾ ഒരു കാര്യം കൂടി വ്യക്തമാക്കട്ടെ, ഞാനൊരു കർമ്മലിത്ത സന്യാസ വൈദികനാണ്. കർമ്മലിത്ത ജീവിതം ഒരു ഔദ്യോഗിക അംഗത്വമല്ല, അത് ഒരു ധ്യാനശാസ്ത്രപരമായ പരിശീലന ക്രമമാണ്. കർമ്മലിത്ത ഭരണഘടനയിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം, ഓരോ സന്യാസിയും ദിവസവും കുറഞ്ഞത് 2 മണിക്കൂർ ധ്യാനം നിർബന്ധമായും ചെയ്യണം. രാവിലെ 1, വൈകുന്നേരം 1. ഇതൊരു ഭക്തി പ്രകടനം മാത്രമല്ല, ബോധത്തെ പരിശീലിപ്പിക്കുന്ന ഒരു ക്രമമാണ്. ദിവസം 2 തവണ നിശബ്ദതയിൽ ഇരിക്കുന്നത് മനസ്സിനെ ശാസിക്കുന്നു, അഹങ്കാരത്തെ മൃദുവാക്കുന്നു, അന്തരംഗത്തെ കേന്ദ്രീകരിക്കുന്നു. സ്നേഹമുള്ളവരെ, കർമ്മലീത്ത പാരമ്പര്യത്തിൽ എന്നെ ആഴത്തിൽ സ്വാധീനിച്ചവർ സെയിന്റ് തെരേസ ഓഫ് ആവില, സെയിന്റ് ജോൺ ഓഫ് ദ ക്രോസ്. അവരുടെ ആത്മീയ ഗ്രന്ഥങ്ങൾ വെറും ദൈവഭക്തിയുടെ വിവരണം മാത്രമല്ല, അന്തർയാത്രയുടെ മാപ്പാണ്. തെരേസയുടെ ആന്തരിക കോട്ട മനസ്സിൻ്റെ പല മുറികൾ തുറന്നു കാണിക്കുന്നു. ജോൺ ഓഫ് ദ ക്രൂസിൻ്റെ ആത്മാവിൻ്റെ ഇരുണ്ട രാത്രി ആത്മീയ വളർച്ചയുടെ വേദനയും ശുദ്ധീകരണവും വിശദീകരിക്കുന്നു. അവർ എന്നെ പഠിപ്പിച്ചത് ദൈവാനുഭവം ഒരു വികാരമല്ല, അത് ശുദ്ധീകരണത്തിലൂടെയുള്ള പരിവർത്തനമാണ്. കൂടാതെ ക്രിസ്തീയതയുടെ ആദ്യകാല ചിന്താ പാരമ്പര്യവും എന്നെ ആഴത്തിൽ സ്വാധീനിച്ചു. പ്രത്യേകിച്ച് അലക്സാണ്ട്രിയൻ പിതാക്കന്മാർ, ഫിലോ ഓഫ് അലക്സാണ്ട്രിയ, ക്ലെമന്റ് ഓഫ് അലക്സാണ്ട്രിയ, ഓറിജൻ. ഇവർ തിരുവെഴുത്തുകൾ വെറും ചരിത്ര വിവരമായി വായിച്ചില്ല, അവയെ അർത്ഥത്തിലേക്ക് തുറന്നു. മരുഭൂമിയിലെ പിതാക്കന്മാർ, ഡെസർട്ട് ഫാദേഴ്സ്, നഗരങ്ങളുടെ ശബ്ദം വിട്ട് നിശബ്ദതയെ ഗുരുവാക്കി. അവർ എന്നെ പഠിപ്പിച്ചത് മനസ്സ് ശുദ്ധമാക്കാതെ ദൈവബോധം വ്യക്തമാകില്ലെന്ന്. ഗ്രീക്ക് സഭാപിതാക്കന്മാരും ശതാബ്ദങ്ങളിലൂടെ വളർന്ന ക്രിസ്തീയ മിസ്റ്റിസിസവും എൻ്റെ പഠനത്തിൻ്റെ അടിത്തറയായി. എല്ലാത്തിലുപരി വിശുദ്ധ ബൈബിളാണ് എൻ്റെ അടിസ്ഥാന ഗ്രന്ഥം. ബൈബിൾ എൻ്റെ കാഴ്ചയിൽ ഒരു മതഗ്രന്ഥം മാത്രമല്ല, മനുഷ്യബോധത്തിൻ്റെ ആഴങ്ങളെ തുറക്കുന്ന ആത്മീയ രേഖയാണ്. പ്രത്യേകിച്ച് 10 കന്യകമാരുടെ ഉപമ എൻ്റെ ഗവേഷണത്തിൽ ഒരു മിസ്റ്റിക്കൽ ഭൂപടമായി മാറി. അത് വെറും ഒരു നൈതിക കഥയല്ല, ജാഗ്രതയും അന്തർസജ്ജതയും സംബന്ധിച്ച പഠനമാണ്. ഈ വിഷയത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ
എൻ്റെ ഗവേഷണ പ്രബന്ധം ഇപ്പോൾ പുസ്തകരൂപത്തിൽ ആമസോണിൽ ലഭ്യമാണ്. എൻ്റെ യാത്ര ഒരു മതത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോയ കഥയല്ല. അതൊരു വേരിൽ നിന്ന് വളർന്ന് പല ദിശകളിലേക്ക് ശാഖകൾ വിരിച്ച കഥയാണ്. അതിൻ്റെ വേർ ക്രിസ്തീയത. ശാഖകൾ അന്വേഷണം, ഫലം ധ്യാനത്തിലെ അന്തർജാഗ്രത. സ്നേഹമുള്ളവരെ, ഏകദേശം 30 വർഷമായി ധ്യാനത്തെക്കുറിച്ചുള്ള എൻ്റെ നിശബ്ദ ഗവേഷണം തുടരുന്നു. ഇത് വെറും കാലദൈർഘ്യമല്ല, ബോധത്തിൻ്റെ പാളികൾ തുറന്നു നോക്കിയ വർഷങ്ങളാണ്. ഒരു ശീലത്തിൻ്റെ ആവർത്തനം മാത്രമല്ല, അനുഭവത്തെ ശാസ്ത്രീയമായി പരിശോധിച്ച അന്തർപരീക്ഷണങ്ങളുടെ സമാഹാരമാണ്. ധ്യാനം എനിക്ക് ഒരു മതാചാരമല്ല, അതൊരു പ്രയോഗശാസ്ത്രമാണ്. ശാസ്ത്രത്തിൽ പോലെ ധ്യാനത്തിലും ഒരു ക്രമമുണ്ട്. നിരീക്ഷണം, വിശകലനം, ആവർത്തനം, സ്ഥിരീകരണം. ഞാൻ വായിച്ചതും കേട്ടതും അനുകരിക്കുന്നില്ല, അവയെ ഉള്ളിൽ വെച്ച് പരീക്ഷിക്കുന്നു. ഒരു വികാരം ഉയരുമ്പോൾ ഞാൻ അതിനെ തള്ളുന്നില്ല, അതിൻ്റെ ഘടനയെ വേർതിരിച്ചു നോക്കുന്നു. അതിൻ്റെ ഉത്ഭവം എവിടെ? ശരീര പ്രതികരണമോ ഓർമ്മയുടെ അനുരണനമോ അഥവാ അഹങ്കാരത്തിൻ്റെ പ്രതിരോധമോ? ഒരു ചിന്ത ഉദിക്കുമ്പോൾ അതിൻ്റെ രൂപീകരണ പ്രക്രിയ ശ്രദ്ധിക്കുന്നു. ചിന്തകൾ എങ്ങനെ വാക്കുകളാകുന്നു? വാക്കുകൾ എങ്ങനെ വികാരങ്ങളെ ഉണർത്തുന്നു? അവ എങ്ങനെ ലയിക്കുന്നു? എനിക്കൊരു വേദന തോന്നുമ്പോൾ ഞാൻ ചോദിക്കും, അത് ശരീരത്തിലെ നാഡീ പ്രതികരണമാണോ, അല്ലെങ്കിൽ മനസ്സിലെ അസ്വീകാര്യതയോ? മനസ്സിൽ എന്തുകൊണ്ട് ശാന്തതയും കലഹവും മാറി മാറി വരുന്നു? ദൈവസാന്നിധ്യം ഒരു ആശയഘടനയാണോ, അല്ലെങ്കിൽ നിർവചനാതീതമായ ഒരു അനുഭവമോ? ചില കണ്ടെത്തലുകൾക്ക് വർഷങ്ങൾ വേണ്ടിവരും. അത് സത്യാന്വേഷണത്തിൻ്റെ കഠിനപാതയാണ്. മനസ്സിൻ്റെ ഘടന, ബോധത്തിൻ്റെ സ്വഭാവം, അഹങ്കാരത്തിൻ്റെ സൂക്ഷ്മരൂപങ്ങൾ, ദൈവസാന്നിധ്യത്തിൻ്റെ നിശബ്ദ പ്രകാശം, ഇവയെല്ലാം കൃത്യതയോടെ അന്വേഷിക്കപ്പെടേണ്ട മേഖലകളാണ്. സ്നേഹമുള്ളവരെ, ചിലർ ഇന്നും ചോദിക്കുന്നു, ധ്യാനം ക്രിസ്തീയ ആത്മീയതയുടെ ഭാഗമാണോ? ക്രിസ്തീയതയിൽ ധ്യാനമുണ്ടോ? ഈ സംശയങ്ങൾ യാദൃശ്ചികമല്ല. ഇത് പാരമ്പര്യത്തെ മറന്നുപോയതിൻ്റെ ഫലമാണ്. അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന പ്രവണതകളുടെ ഫലമായിട്ടാവാം. ക്രിസ്തീയ പാരമ്പര്യത്തിൽ ധ്യാനത്തെക്കുറിച്ചുള്ള ഗ്രന്ഥസമ്പത്ത് അഗാധമാണ്. എന്നാൽ ആ നിധിയിൽ പ്രത്യേകം തിളങ്ങുന്ന ഒരു രത്നമുണ്ട്. അതിൻ്റെ പേരാണ് ഫിലോകാലിയ. ദൈവ സൗന്ദര്യത്തിൻ്റെ സ്നേഹം എന്നർത്ഥമുള്ള ഈ ഗ്രന്ഥനാമം കിഴക്കൻ ക്രിസ്തീയ പാരമ്പര്യത്തിലെ മഹാന്മാരായ മിസ്റ്റിക്കുകൾ രചിച്ച ധ്യാനബോധങ്ങളുടെ സമാഹാരമാണ്. ഇതിനെ മൈൻഡ്ഫുൾനെസ്സിൻ്റെ നിധി, ട്രഷറി ഓഫ് മൈൻഡ്ഫുൾനെസ് എന്നും വിശേഷിക്കപ്പെടുന്നു. കാരണം അത് ചിന്തകളെ ശുദ്ധീകരിക്കുകയും ഹൃദയത്തെ കേന്ദ്രീകരിക്കുകയും ബോധത്തെ ജാഗ്രതയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന പ്രായോഗിക മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ യൂട്യൂബ് ചാനലായ ബോധിനി ദ ന്യൂറൽ ചാപ്പൽ വഴി യേശു പഠിപ്പിച്ച ധ്യാന രീതികളെക്കുറിച്ചുള്ള സീരീസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. ഇതിനോടൊപ്പം ഫിലോകാലിയയിൽ പ്രതിപാദിക്കുന്ന ഹൃദയ പ്രാർത്ഥന, നെപ്സിസ്, ജാഗ്രത പൂർണ്ണ നിരീക്ഷണം, ചിന്തകളുടെ നിരീക്ഷണം, അന്തർനിശബ്ദത, ഇന്നർ സൈലൻസ് തുടങ്ങിയ വിഷയങ്ങളിൽ ഘട്ടം ഘട്ടമായും ക്രമബദ്ധമായും പഠനം ആരംഭിക്കാനാണ് ആലോചിക്കുന്നത്. ഫിലോകാലിയ സിദ്ധാന്തങ്ങളുടെ സമാഹാരം മാത്രമല്ല, അത് അന്തർജാഗ്രതയിലേക്കുള്ള പ്രായോഗിക മാർഗദർശികയാണ്. ക്രിസ്തീയ മിസ്റ്റിസിസത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുയരുന്ന ആത്മീയ ജ്ഞാന സമ്പത്തിനെ സമകാലീന മനസ്സിന് ഗ്രഹിക്കാവുന്ന രീതിയിൽ അവതരിപ്പിക്കാനുള്ള ശ്രമമാണ്.
ബോധിനി ദ ന്യൂറൽ ചാപ്പൽ ഒരു മതപ്രചാരണ പദ്ധതിയല്ല. ഇതൊരു ധ്യാന പഠനവേദിയാണ്. മതഭേദമില്ലാതെ, പാരമ്പര്യഭേദമില്ലാതെ അന്തർജാഗ്രതയെ അന്വേഷിക്കാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ഇവിടേക്ക് സ്വാഗതം. നിങ്ങൾ കേൾക്കുന്ന ധ്യാന പാഠങ്ങൾ ഏകപക്ഷീയ പഠനമല്ല. പഠിപ്പിക്കുന്നവനും പഠിക്കുന്നവനും തമ്മിലുള്ള സജീവ സംവാദമാണത്. നിങ്ങളുടെ ചോദ്യങ്ങൾ പുതിയ ദിശകൾ തുറക്കും. നിങ്ങളുടെ സംശയങ്ങൾ കൂടുതൽ വ്യക്തത തേടാൻ പ്രേരിപ്പിക്കും. നിങ്ങളുടെ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് വെളിച്ചമാകും. ആയതിനാൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും നിരീക്ഷണങ്ങളും പങ്കുവയ്ക്കുക. ധ്യാനം പഠിപ്പിക്കാൻ അതിനു തന്നെ ഒരു ക്രമമുണ്ട്. അതിനാൽ പാഠങ്ങൾ ഘടിതമായ രീതിയിൽ മുന്നോട്ടു പോകും. പക്ഷെ നിങ്ങളുടെ പ്രതികരണങ്ങൾ പഠനത്തിൻ്റെ ദിശയും ആഴവും നിർണ്ണയിക്കാൻ സഹായിക്കും. സ്നേഹിതരെ, ഓൺലൈൻ പഠനം ഒരു തുടക്കം മാത്രമാണ്. എന്നാൽ അനുഭവത്തിൻ്റെ ആഴം നേരിട്ടുള്ള അഭ്യാസത്തിലൂടെയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് വയനാട് ജില്ലയിലെ വൈത്തിരിയിൽ സ്ഥിതി ചെയ്യുന്ന ഞങ്ങളുടെ മെഡിറ്റേഷൻ കേന്ദ്രമായ ബോധിനി ദ സ്കൂൾ ഓഫ് ക്രിസ്ത്യൻ മെഡിറ്റേഷൻ സന്ദർശിക്കാൻ ഞാൻ പ്രത്യേകമായി ഈ തരുണത്തിൽ നിങ്ങളെ ക്ഷണിക്കുന്നു. ധ്യാനം കേൾക്കുന്നതും ധ്യാനം ജീവിക്കുന്നതും രണ്ടാണ്. കുറഞ്ഞത് ഒരാഴ്ച ദൈർഘ്യമുള്ള TH മെഡിറ്റേഷൻ, STR മെഡിറ്റേഷൻ എന്നീ കോഴ്സുകൾ ഇവിടെ നേരിട്ട് അനുഭവിക്കാം. ഇവിടെ സിദ്ധാന്തങ്ങൾ മാത്രം പഠിപ്പിക്കപ്പെടുന്നില്ല. ഓരോ ഘട്ടവും ക്രമബദ്ധമായി പരിശീലിപ്പിക്കപ്പെടുന്നു. ഒരാഴ്ച നീളുന്ന കോഴ്സിൽ നിന്ന് 1 വർഷം വരെ ദൈർഘ്യമുള്ള കോഴ്സുകൾ ഇവിടെ നടത്തപ്പെടുന്നു. പ്രാർത്ഥനയെ ചോദിച്ചതു മാത്രം നേടുന്ന ഒരു ഇടപാടുപരമായ സമീപനത്തിൽ നിന്ന്, ആവശ്യങ്ങൾക്കായി മാത്രം ദൈവത്തെ തേടുന്ന മനോഭാവത്തിൽ നിന്ന് ആഴത്തിലുള്ള ഒരു നിശബ്ദ അനുഭവത്തിലേക്ക് നയിക്കുന്ന ഘടിത അന്തർയാത്രയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇവിടെ മതപരമായ സമ്മർദ്ദങ്ങളോ നിർബന്ധങ്ങളോ ഇല്ല. മനസ്സിൻ്റെ ശുദ്ധീകരണവും ബോധത്തിൻ്റെ കേന്ദ്രീകരണവുമാണ് പ്രാഥമിക ലക്ഷ്യം. യൂട്യൂബിൽ നിങ്ങൾ കേൾക്കുന്ന ക്ലാസ്സുകളെക്കുറിച്ചും ഫിലോക്കാലിയെ ആസ്പദമാക്കി ആരംഭിക്കാൻ പോകുന്ന പുതിയ ശ്രമത്തെക്കുറിച്ചും ഇത് ഒരു സാധാരണ ക്ലാസ് സീരീസ് ആയിരിക്കുകയില്ല. അതുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ വിമർശനങ്ങളും അഭിപ്രായങ്ങളും സ്വാഗതം ചെയ്യുന്നു. കാരണം സത്യാന്വേഷണത്തിൽ വ്യക്തത അനിവാര്യമാണ്. നമ്മുടെ ഈ പുതിയ ആത്മീയ പഠനയാത്ര നിങ്ങൾക്ക് എങ്ങനെ അനുഭവപ്പെടുന്നു എന്നറിയാൻ ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഈ യാത്ര ഒരുമിച്ചായിരിക്കട്ടെ. ജാഗ്രതയിലേക്ക്, നിശബ്ദതയിലേക്ക്, അന്തരംഗ പ്രകാശത്തിലേക്ക്. നന്ദി.